ഇവിടെ ഒരു പാലമുണ്ട്. ആ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ആ കായലിൽ നിന്ന് വരുന്ന ഒരു കനാൽ. ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് സാർ. വീശുവല മീൻ പിടുത്തം. താന്നി ബ്രിഡ്ജ്. സ്വാഗതം മയ്യനാട് പഞ്ചായത്ത്. അടിപൊളി സ്ഥലമല്ലേ? ആ കള്ള് ഷാപ്പ്. ഇതാണോ ഷാപ്പ്? കള്ള്. അപ്പൊ അത് വേറെ ഷാപ്പായിരിക്കും. റൈറ്റ്. ഓ ദിസ് ഇസ് റൈറ്റ്. ഇവിടെ നിന്ന് റൈറ്റ് തിരികെയാണ്. വഴി തെറ്റിയൊന്നും ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. ഗൂഗിള് പറയുന്നു നമ്മളിവിടെ എത്തിയെന്നാണ്. പക്ഷേ ഇവിടെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഒരു ഒഴിഞ്ഞ സ്ഥലം പോലെയാണ് തോന്നുന്നത്. നമ്മളിവിടെ നിന്ന് പറന്നങ്ങ് പോയി. പക്ഷെ അതല്ല, അവിടെ നിന്ന് വളഞ്ഞ് താഴോട്ട് വരണമായിരുന്നു. ഇതിലെ ഒരു വഴിയുണ്ട്. നമ്മൾ വളച്ചില്ല, നമ്മൾ നേരെ അങ്ങ് പോയി. എവിടെയാണ് ഷാപ്പ്? എവിടെയാണ്? അതെ കള്ളന്ന് ബോർഡ്. ബോർഡ് ബോർഡ്. ആ ഇവിടെ ഒന്നും ഇരിക്കൂടാ. നീ എവിടെ പോകുന്നു? എന്തിനാ ഇവിടെ നിൽക്കുന്നു? അങ്ങോട്ട് പോ. ഇതാ കള്ളം നൽകി വെച്ചിരിക്കുന്നുണ്ടല്ലേ ഈ തൂണില്. അങ്ങോട്ട് പോ നീ. ആ എത്തി. ഇതാണോ ഷാപ്പ്? അവിടെയും കള്ളു. ഇതേ അവിടെ അവിടെ. ഓ അതാണ് ഷാപ്പ്. നമ്മൾ കുറച്ച് സ്ലൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറിപ്പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഷാപ്പ് റീലൊക്കേറ്റ് ചെയ്തായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ ആ കണ്ടത് തന്നെയാണ് ഷാപ്പ്. പിന്നെ അങ്ങോട്ട് പോകാം. എങ്ങനെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. കാന്തിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്നതാണ്. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ഈ ആരോ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് താന്നി ബോട്ട് ജെട്ടിയിലൂടെ നമ്മൾ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പോവുകയാണ്. അമ്മരോടെ നിൽക്കുന്നു ബ്രിഡ്ജിൻ്റെ അവിടെ. നമുക്ക് പോകേണ്ടത് അങ്ങോട്ട്. എടാ വാടാ, ഇങ്ങോട്ട് നടന്നിട്ട് വരാം. നോക്കിയിട്ട് വരാം. ബാ, ഇതാ ഈ ബോട്ട് ജെട്ടി നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് താന്നി ബോട്ട് ജെട്ടിയിലൂടെയാണ്. കാർ ബാക്കിൽ പാർക്ക് ചെയ്ത്. ഷാപ്പ് ഇതേ ആ കാണുന്നതാണ്. ഇതാണ് താന്നി പാലം. ഇതാണ് താന്നി പാലം. അതായത് നമ്മളിത് ആ പാലത്തിൽ കൂടെ ഓടിച്ച് നേരെ അങ്ങ് പോയി. പക്ഷെ അവസാനം അവിടെ നിന്ന് യൂ ടേൺ എടുത്ത് ഇവിടെ വന്നു. ഷാപ്പിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങോട്ട് കാറ് പോവില്ല. നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഈ വഴിയെ നടന്ന് അവിടെ പോകേണ്ടി വരും. ചൂണ്ടയാണ് ഇവിടുത്തെ. ഷാപ്പിലോ? ഷാപ്പിനകത്ത് കയറിയാ? ഓ ഐ സി. അവർ വേറെ ഏതോ റൂട്ടിൽ കൂടെ ഷാപ്പിലെത്തി എന്ന് പറഞ്ഞു. കാറ് നമ്മൾ നേരത്തെ വഴി തെറ്റിപ്പോയ സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഇടവഴി വഴി കയറി ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ഇവിടെ ദാ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ്ടേ ദാ വരുന്നതാ. അവരിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്ത് കയറി. ഇങ്ങനെയാണ് അകത്ത് മനസ്സിലല്ലേ? വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറിയെന്നിരിക്കും. പാലത്തിന്റെ അടിയിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കാണ് പറയുന്നത് അവിടെയും വേണമെങ്കിൽ പാർക്ക് ചെയ്യാം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം എല്ലായിടത്തും. എനിക്കറിഞ്ഞു. നിങ്ങൾ അകത്ത് കയറിയെന്നല്ലേ പറഞ്ഞേ? ആ അതിന് ഇങ്ങോട്ടാ വഴി. എടാ നിനക്ക് വേണ്ടേ ഈ സാധനം? കായലിലെറിയുന്നതായിരിക്കും നല്ലത്. തെങ്ങിൽ ചാരി നിൽക്കുന്നവരുണ്ട്.
നല്ല മീനും. ആ നോക്കാം. അവിടെ ഫുഡ് ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ? എന്താണ് ഇവിടെ? നല്ല ലൊക്കേഷൻ. എനിക്കറിഞ്ഞൂടാ, ഫുഡ് മാത്രമായിട്ട് തരൂലേ? കണ്ടിട്ടൊരു ചെറിയ സെറ്റപ്പ് പോലെ എനിക്ക് തോന്നുന്നത്. തിരക്കൊന്നും കാണുന്നില്ല. എന്താ കരിമീനാ? കരിമീൻ കുട്ടികൾ അല്ലേ? എന്തെങ്കിലും കാണുമോ അല്ലേ അവിടെ? ഐ ഗെറ്റ് എ ഫീലിംഗ് ദിസ് ഇസ് നോർമൽ. ഇതാണോ ഷോപ്പ്? ഓക്കെ, നമുക്ക് നോക്കാം. ഓ വാട്ട് എ ബ്യൂട്ടി. ഇവിടെ ബാക്കിയുള്ളവരവിടെ? ഹാൻഡ് വാഷ് ചെയ്തിട്ട് അകത്തേക്ക് കയറാം എന്നാണ് പറയുന്നത്. ആ സുനിപടിയ കുറച്ച് വെള്ളം ഒന്ന് ഷാപ്പിൽ കയറിയിരിക്കുകയാണ്. കുടം കള്ള് അല്ലേ? കൊഞ്ച് റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, കണവ റോസ്റ്റ്, പോത്ത് റോസ്റ്റ്. കണവ റോസ്റ്റ്, പോത്ത് റോസ്റ്റ്, പോത്തുണ്ട്, തലക്കറി, പിന്നെ മീൻകറി, തലക്കറി. കപ്പ ഉണ്ട്. കപ്പ ഊണ് കപ്പയും പിന്നെന്തുണ്ട്? കപ്പ മാത്രമല്ല, കപ്പയും ഊണ്. മീൻ ഫ്രൈ ഉണ്ടോ? മീൻ ഫ്രൈ, ചാള ഫ്രൈ, കത്തോലി. ഇവിടെ മീൽസ് സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ചേട്ടാ എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞു തരൂ. ആ പോത്ത് കറി, നെത്തോലി ഫ്രൈ, ഇത് ഞണ്ട് റോസ്റ്റ്, തക്കാത്തോരൻ, കണവ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്, പോത്ത് റോസ്റ്റ്, തലക്കറി, മീൻകറി. അടിപൊളി. പിന്നെ കപ്പ. ഇത് കേരച്ചൂരയാണല്ലേ? കേരച്ചൂര തല. ഓക്കെ, അടിപൊളി. എല്ലാം നല്ല അടിപൊളി ഡിഷസ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഇനി കഴിച്ച് നോക്കിയിട്ട് പറയാം. ഒന്ന് വയ്ക്കുമോ? ഈ ഫോട്ടോ എടുത്തോട്ടെ. കൊതി വരണം. മസാല മീൻ കറിയുടെ മസാല പുളിപ്പുണ്ട് നല്ല. എങ്ങനെയുണ്ട്? വീണ്ടും വണ്ടി അവിടെ കണ്ടില്ല. എല്ലാം പാലത്തിൻ്റെ ഇടയിൽ പാലത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല സ്പൈസി ഫുഡാണ്. അത് പിന്നെ ഷാപ്പിലെ ഫുഡിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് സ്പൈസി ഫുഡ്. എന്തായാലും എല്ലാ ഡിഷസും ട്രൈ ചെയ്തു. ചിലതൊക്കെ നന്നായിരുന്നു. ഈ ഷാപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താനി ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണുന്നുള്ള ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഷാപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷാപ്പിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു മരമുണ്ട്, കയറിയിരിക്കുകയാണ്. ഇതാ എന്താണ് മേളിൽ? സാർ എങ്ങനെയുണ്ടായിരുന്നു ഷാപ്പിലെ അനുഭവം? ഷാപ്പിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ കൊള്ളാം, നല്ല കാറ്റ്. ഫുഡ് ചിലത് കൊള്ളാം, ഫുഡ് അത്രയും ചില ഐറ്റംസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് ഫുഡിനെ കണ്ടില്ല. ചില ഐറ്റംസ് കൊള്ളാം. ചില ഐറ്റംസ് ഒക്കെ കൊള്ളാം. പുളിശ്ശേരി കൊള്ളായിരുന്നു. പുളിശ്ശേരി കൊള്ളായിരുന്നു. കൊള്ളാം. ബീഫ് ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു. നെത്തോലി ഫ്രൈ ഇഷ്ടപ്പെട്ടു. മേളിൽ കയറി ഇരിപ്പുണ്ട് മരത്തിൽ. ഫുഡടിയെല്ലാം കഴിഞ്ഞ് അപ്പാര ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വന്നതിനെക്കാട്ടിയും ചൂടാണ്.
അതിൻ്റെ കൂടെ ഈ സ്പൈസി ഫുഡ്, ഷാപ്പിലെ ഫുഡിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാത്തിനും നല്ല എക്സ്ട്രീം സ്പൈസാണ്. ഈ ചൂടത്ത് സ്പൈസി ഫുഡും കൂടെ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പണി അപാരം. പക്ഷേ ഈ ഷാപ്പിൻ്റെ ലൊക്കേഷൻ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്തും കുറച്ച് ഇതൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പുറത്തിരുന്ന് കഴിക്കാമെങ്കിൽ ഈ കായലിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു തന്നെ. ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഐറ്റംസ് കൊള്ളാം. നെത്തോലി ഫ്രൈ കൊള്ളായിരുന്നു, ബീഫ് ഫ്രൈയുടെ ഗ്രേവി അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, മീൻ കറി എനിക്ക് ഇഷ്ടപ്പെട്ടു, പുളിശ്ശേരിയും കൊള്ളാം. ഓക്കെ, ബാക്കി കപ്പ അത്രയ്ക്ക് പോരായിരുന്നു ഇന്നത്തത്. അപ്പം ആംബിയൻസ് കൊള്ളാം. പിന്നെ ഈ ഏരിയയിൽ വേറെ ഷാപ്പുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവന്മാർ ശ്രീകാന്ത് റെക്കമെൻഡ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അവൻ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷേ ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷാപ്പ്, കായൽ, പാലം. അപ്പം നമ്മളിനി നമ്മുടെ വണ്ടി എടുത്ത് ഈ പാലം കയറി അങ്ങ് തിരിച്ചങ്ങ് പോകും. അതാണ് പരിപാടി. സോ ഷാപ്പിലെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്, ഫ്രാഗ്രന്റ് നേച്ചർ. ഇനി അവിടെ പോയിട്ടാണ് ബാക്കി റിലാക്സിങ്. ചൂട് അപാര ചൂട്. എങ്ങനെയുണ്ടല്ലേ ഒന്നും പറയില്ല. ചൂടും സ്പൈസി ഫുഡും. എ സിയിലിരിക്കുകയാണ് വണ്ടി. അവിടെ വെന്റ് ഇല്ല സാറേ മുകളിൽ. എന്തൊരു തെറ്റിയാ വഴി ചെറുതായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. അവിടെ ആ ഗേറ്റിന്റെ അവിടെ ചിലപ്പോൾ അവന്മാരോടെ പോകണം. അത് കിളവിലുണ്ട്. കിളവിയോടെ പോകണം. തിരിച്ചോണം. വഴി അറിയില്ല, വലിയ കോൺഫിഡന്റ് ആയിട്ട്. ഇവിടെ കുഴപ്പമില്ല. ഓടിഞ്ഞോ ഇല്ല. ഹലോ, ഇവിടെ കുഴപ്പമില്ലല്ലേ? ഹലോ, അങ്ങോട്ടല്ല. താന്നി ബ്രിഡ്ജ് കയറിയിരിക്കുകയാണ് നമ്മൾ പോയ ഷാപ്പ് ഏകദേശം ആ കോർണറിൽ അവിടെ ആയിട്ട് വരും, കാണാൻ പറ്റുന്നുണ്ട്. നിന്റെ വലിവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എടുത്തിട്ട് ഡൗൺ ചെയ്ത് വലിക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചു. നിക്കുന്ന അല്ല വെള്ളത്തില് താഴ്ച കുറവാണ്, ആഴം കുറവാണ്. ഇതാണ് ഫ്രാഗ്രന്റ് നേച്ചർ റിസോർട്ട്. അങ്ങോട്ട് ചെല്ലാനാ പറയാ സെക്യൂരിറ്റി. ഓ വാലേ ആയിരിക്കും, വാലേ പാർക്കിംഗ് ആയിരിക്കും. റിസോർട്ടിലെത്തി. ഫ്രാഗ്രന്റ് നേച്ചർ. പാർക്കിംഗ് ഫുള്ളാണ്. ഒരുപാട് ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇവിടെ അറിയാ, ഇതാ മെയിൻ റിസപ്ഷൻ. എൻ്റെ പുറകെ കാണുന്ന ബിൽഡിംഗാണ് ഇവിടുത്തെ റിസപ്ഷൻ. അവിടെ നിന്ന് എൻ്റർ ചെയ്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കായൽ കാണാം. ഇവിടെ പ്രോപ്പർട്ടി എന്തായാലും ഒന്ന് നടന്ന് കാണണം.
അതെ ഓൾ സെറ്റാണോ? അടിപൊളി. കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അതെ. നല്ല റിസോർട്ടാണ്. നീ വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. അതും വന്നിട്ടുണ്ട്. തക്കു വന്നിട്ടുണ്ടോ? ആ തക്കുടാ നീ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട്? വേറെ ലെവല്. പൂൾ വില്ല ഉള്ളി. അതല്ല, എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് വരും, അത് വേറെ കാര്യം. എന്ത് നഷ്ടം വന്നാലും നമ്മൾ അവിടെ എത്തിയിരിക്കും. ഓ മൈ ഗോഡ്, ഇത് ആദ്യമേ പറയണ്ടേ? മസ്റ്റാ